ഹലോ, ഇറ്റ്സ് മീ ഇർഷാദ് ഇബ്രാഹിം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഉണ്ടാവും. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം നമ്മൾ 1 മാസത്തിന്റെ മുകളിലായി. നമുക്ക് ഇന്നൊക്കെ 100 സബ്സ്ക്രൈബിന്റെ മുകളിലായി. എല്ലാവർക്കും ഭയങ്കരമായിട്ട് താങ്ക്സ് ഉണ്ട്. എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയണം. കൂടി അവസാനം വരെ ഉണ്ടാവണം. ഓക്കെ, ഇനി ഞങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. അത് ഞങ്ങളോട് പറയാം. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അതിൽ നിന്ന് രക്ഷപ്പെടണം, കുടുംബം നല്ലപോലെ നോക്കണം, സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു സ്വപ്നമായിരിക്കും. അതുപോലുള്ള സ്വപ്നം തന്നെയായിരുന്നു എനിക്കും. ഞാൻ ആദർശമായിട്ട് എനിക്കൊരു അങ്ങനത്തെ ഒരു ലക്ക് കിട്ടി. ഞാൻ സ്വന്തമായിട്ടൊരു കട ഒമാനി തുടങ്ങി. ഏകദേശം 4-5 മാസം നല്ലപോലെ പോയി. നല്ലപോലെ പോകാറ് നല്ല ലാഭവും നല്ല കച്ചവടവും നല്ല രീതിയിലായിരുന്നു. ഞാൻ കട തുടങ്ങി പറഞ്ഞ ഒരു ലേബർ ഏരിയയിലായിരുന്നു. ആ ലേബർ ബേസിക് ആയിട്ടായിരുന്നു എൻ്റെ കച്ചവടം മൊത്തം. അപ്പോൾ ആ ക്യാമ്പിൽ മൊത്തം 4000-ന് മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു. അവരിന് പ്രതീക്ഷിച്ചിട്ടാണ് എൻ്റെ മൊത്തം പോണത്. പെട്ടെന്ന് ഒമാനിലൊരു പുതിയൊരു നിയമം തുടങ്ങി. ജനുവരി 1 മുതൽ പഴയ വിസ അടിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളായിരുന്നു. അങ്ങനെ മൊത്തം ആ ക്യാമ്പിലെ 4000 ആൾക്കാരും ഒറ്റയടിക്ക് പോയി. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ശരിയാവും പറഞ്ഞിട്ട് ഏകദേശം 2 മാസം കൂടി നിന്നു. ആ 2 മാസമാണ് എനിക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റിയത്. ആളില്ലാത്ത കട തുറന്നിട്ട് കാര്യമില്ല എന്ന് അപ്പം എൻ്റെ മൈൻഡിൽ വന്നില്ല. പക്ഷെ എൻ്റെ പ്രതീക്ഷ എന്നെ സമ്മതിച്ചില്ല വിട്ടുകൊടുക്കാൻ. എന്നാൽ ആ 2 മാസം എനിക്ക് ഒരുപാട് കടങ്ങൾ വന്നു. കട റെന്റ് അങ്ങനെ ഇങ്ങനെ അവർ കൊടുക്കാനുള്ളതൊക്കെ ആയിട്ട് പിന്നെ പൂട്ടി. ഇന്നൊക്കെ ഏകദേശം 8 മാസമായി ആ കട പൂട്ടിയിട്ട്. അതിൻ്റെ കടം ഇപ്പോഴും ബാക്കിയുണ്ട്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമായ കാര്യം ഒന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് പൈസ വരും പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന എൻ്റെ ഉമ്മയുണ്ടായിരുന്നു. ഈ 8 മാസമായിട്ട് എനിക്ക് അയക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒരു പ്രശ്നമില്ലാതെ അവരത് മാനേജ് ചെയ്ത് നല്ലപോലെ കൊണ്ടുപോയി. ഇപ്പൊ മഴയും കാര്യമൊക്കെ ആയിട്ട് നാട്ടിലെൻ്റെ വാപ്പക്ക് പണിയും കാര്യമൊന്നുമില്ല. വാപ്പൊരു കൂലിപ്പണിക്കാരനാണ്. വീടില്ല, വാടക മാസം അടക്കണം. പിന്നെ ചെലവ് കാര്യങ്ങളൊക്കെ അതൊക്കെ എൻ്റെ ഉമ്മ മാനേജ് ചെയ്ത് നല്ലപോലെ കൊണ്ടുപോയി. എന്നെ കൊണ്ട് പറഞ്ഞത് ഒറ്റൊന്നുള്ളൂ, ആർക്കും കടം വെക്കണ്ട, നല്ലപോലെ ക്ലിയർ ആക്കിയിട്ട് എപ്പോൾ വരാൻ പറ്റുന്ന അപ്പോൾ ഉള്ളത് 500 ആണെങ്കിൽ 500 ഡെയിലി ഒരു ശമ്പളത്തിൽ നാട്ടിലിരുന്നോ എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു മോട്ടീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അതിലൊരു വിഷമമില്ല. ഞാൻ ട്രൈ ചെയ്തു, അത് സക്സസ് ആയില്ല. ഇനി അത് വിട്ടുകൊടുക്കൂല, ഞാൻ ഇനിയും ട്രൈ ചെയ്യും. അപ്പോൾ തെറ്റ് നടന്നവർക്ക് വിഷമിച്ചിരുന്ന കാര്യമല്ല, അതിൽ നിന്ന് അതിജീവിക്കാൻ നോക്കുക. നിങ്ങളെ കൊണ്ട് കഴിയും. പിന്നെ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാം ശരിയാവും പറഞ്ഞിട്ട് കാത്തിരുന്ന ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അതൊരു ശീലമായി മാറും. ശീലമാക്കാനല്ല, ശരിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്.